ഗുഡ് മോർണിംഗ്. ഇത് നമ്മുടെ ബെൽജിയത്തിലെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് മോർണിംഗ് ആട്ടോ. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയതുകൊണ്ട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കേണ്ട ആവശ്യം വന്നില്ല. ഒരുപാട് പ്രതീക്ഷയോടെ ആട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയത്. പക്ഷേ പ്രതീക്ഷകളെല്ലാം വെറുതെ ആയിപ്പോയി. ബ്രെഡും ബട്ടറും ജാം, കോൺഫ്ലെക്സ്, 2 പുഴുങ്ങിയ മുട്ട, ഒരു ചായ, അതാണ് അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ്. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടും പുറത്തു പോയിട്ട് കഴിക്കാൻ ടൈമില്ലാത്തതുകൊണ്ടും ഈ എക്സ്പ്രഷൻ കൊണ്ട് കഴിക്കേണ്ട അവസ്ഥ വന്നല്ലോ എന്നാലോചിച്ച് ഞങ്ങൾ 2 പേരും അതങ്ങോട്ട് വിഴുങ്ങി. ഈ താഴെ പ്ലേറ്റ് കിടക്കുന്ന സാധനം മുറിക്കണമെങ്കിൽ കമ്പിപ്പാര മിനിമം വേണം. അതുകൊണ്ടൊരു ഭംഗിക്ക് ബട്ടർ തേച്ച് അതവിടെ വെച്ചു. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി 2 കടി കടിച്ചു, അത്രയേ ഉള്ളൂ. പിന്നെ ഹോട്ട് ചോക്ലേറ്റ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ വന്നത് ചൂടുവെള്ളവും നല്ല ചൂട് പാലും. ഇവിടത്തേക്ക് ഹോട്ട് ചോക്ലേറ്റ് എങ്ങനെയായിരിക്കാം അറിയില്ല. എന്തുകൊണ്ടോ ചോക്ലേറ്റ് മാത്രം വീണില്ല. ഇവിടെ ആകെ കുടിക്കാൻ കൊള്ളാവുന്നത് ഈ ആപ്പിൾ ജ്യൂസ് മാത്രമാണ്. അതും കുടിച്ചുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് അവസാനിപ്പിക്കേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ ബ്രസൽസിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തോട്ട് പോകാൻ റെഡിയായി കേട്ടോ. റൂമിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ ദൂരെയാണ്. പക്ഷേ 15 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അരമണിക്കൂർ അത്രയേ ഉള്ളൂ. ഞങ്ങൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് ആഫ്രിക്ക പാലസ് എന്നാണ്. ഒരു പാലസൊക്കെ ആയതുകൊണ്ട് തന്നെ അത് ഉള്ളോട്ടായിരിക്കുമെന്ന് ഏകദേശം ധാരണയായി. നിറയെ കാടും പുൽമേടുകളും എല്ലാം നിറഞ്ഞൊരു സ്ഥലത്ത് കൂടി കേട്ടോ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്പം ക്ലൗഡി ഡേ ആണ്. വെയിലില്ലാത്തതുകൊണ്ട് തന്നെ സുഖമായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റി. ഒരുപാട് നല്ല നല്ല വഴികളിലൂടെ കേട്ടോ ഞങ്ങളിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിറയെ പച്ചപ്പും കുറേ വീടുകളും. ഇതൊരു ഗ്രാമപ്രദേശമാണ്. ഒരു 200 മീറ്റർ കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ ഈ സ്ഥലത്ത് എത്തി കേട്ടോ. ഞങ്ങളിപ്പോൾ ഉള്ളത് ബെൽജിയത്തിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസിലാണ് കേട്ടോ. ഞാൻ സ്ഥലമൊക്കെ കാണിച്ചു തരാം ലേറ്റർ. ഞങ്ങളിപ്പോൾ അവിടെ കുറച്ച് ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ആ സ്ഥലം ഏതാണെന്നുള്ളത് ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ ആഫ്രിക്ക പാലസ്. 1897 അന്താരാഷ്ട്ര പ്രദർശനത്തിൻ്റെ കൊളോണിയൽ വിഭാഗം സ്ഥാപിക്കുന്നതിനായി ലിയോപോൾഡ് രണ്ടാമൻ രാജാവിൻ്റെ ഉത്തരവിനനുസരിച്ചാണ് ഇത് ആദ്യം നിർമ്മിച്ചത്. ഇപ്പോൾ ഇത് റോയൽ മ്യൂസിയം ഫോർ സെൻട്രൽ ആഫ്രിക്കയുടെ ഭാഗമാണ്. ഈ പാലസിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഭാഗത്താട്ടോ ഞങ്ങൾ നിൽക്കണത്. ഓട്ടം സീസൺ ഇവിടെ തുടങ്ങി കേട്ടോ. ഈ പാലസിനോട് ചേർന്ന് തന്നെ അവിടെ ഒരു കുളമൊക്കെ അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഓഫീസുകൾ, സംഭരണ മുറികൾ, ക്ലാസ് മുറികൾ, ഒരു സ്വീകരണ ഹാളടക്കം ഇവിടെയുണ്ട് കേട്ടോ. ഈ കാണുന്നതൊക്കെ ഈ ഒരു പാലസിൻ്റെ ഭാഗമായിട്ട് വരും. ഒട്ടും തിരക്കോ ബഹളമോ ഒന്നുമില്ലാത്ത ശാന്തമായൊരു സ്ഥലം. എത്ര മനോഹരമായിട്ടാണ് ഇവരിത് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കുന്നത്. ചുമ്മാ ഇതിലൂടെയൊക്കെ ഇങ്ങനെ കൈ കോർത്ത് നടക്കാനും ഈ കാറ്റൊക്കെ ആസ്വദിച്ച് നടക്കാനൊക്കെ എന്തൊരു രസമാണ്. ഇത് അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് എടുത്ത പിക്ചേഴ്സാണ് കേട്ടോ. അങ്ങനെ ഇന്ന് നമ്മൾ ബെൽജിയത്തോട് വിട പറയുകയാണ്. ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഉച്ചയായി. നമുക്ക് നേരെ ആംസ്റ്റർഡാമിലോട്ടാണ് പോകുന്നത്. ആംസ്റ്റർഡാം ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. സോ ഇനി ആംസ്റ്റർഡാം ഒന്ന് കാണാം കേട്ടോ. ഇപ്പം ബൈ.